Hi all, welcome to Exam While Learning. MSAT എക്സാം അതേപോലെ നമ്മളെ STSC എക്സാം ഈ രണ്ട് എക്സാമിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പ്രീവിയസ് ഇയറിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തതാണ് എങ്ങനെയാണ് ഒരു കോമ്പറ്റീഷൻ എക്സാം ഉണ്ടാവുന്ന ഐഡിയ കിട്ടുള്ളൂ. സ്കൂൾ എക്സാം പോലെ എപ്പോഴും മാർക്ക് വാരിക്കോരി തരാൻ ഒരിക്കലും തരൂല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു കോമ്പറ്റീഷൻ എക്സാമിന് തരൂല. കാരണം എന്തേ, ചില എക്സാമുകൾ ഇപ്പോൾ STSC എക്സാം ഒക്കെ ആണെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടാകും അല്ലേ. അതേപോലെ നമ്മളിൽ ഏറ്റവും ടോപ്പേഴ്സിനെ കണ്ടെത്താനാണ് MSATും STSC ഒക്കെ നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പേഴ്സ് പറഞ്ഞാൽ എല്ലാവരും ടോപ്പേഴ്സ് ആകുമോ? സ്കൂളത്തമായി കുറേ കുട്ടികൾക്ക് A+ കൊടുക്കുമോ? കൊടുക്കൂല. വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തവർക്കാണ് എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവുക. അവർക്കാണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിൻ്റെ ദിവസം പോയി എക്സാം എഴുതാൻ കഴിയുക. അപ്പോൾ ഡേറ്റ് ഒക്കെ ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എക്സാം വന്നിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ എക്സാം വൈ ലേണിംഗ് പോലെയുള്ള ഇങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കോച്ചിങ് നൽകുന്ന ഇത്തരം വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സിൽ ആരെങ്കിലുമൊക്കെ ഇത് എക്സാം എഴുതുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, ആൻസർ അറിയൊന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. ഒരു പെന്നും പേപ്പറൊക്കെ വെച്ച് കാണും എന്ത് ചെയ്യുക, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കുക. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, പിന്നീട് നമുക്കത് റിവൈസ് ചെയ്യുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡിയാണല്ലോ? ക്വസ്റ്റ്യൻ പറയാൻ, ആൻസർ പറയാൻ റെഡിയാണല്ലോ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ദ മേജർ കോമ്പണന്റ് ഓഫ് LPG ഈസ്. ഓക്കെ, ഇത് നമ്മളെ MSAT വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. LPGയിലെ മേജർ കോമ്പണന്റ് ഹൈഡ്രജൻ, പ്രൊപ്പൈൻ, മീഥേൻ, ബ്യൂട്ടേൻ. ഏതാ മക്കളെ ആൻസർ? ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. D ആണ് എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബ്യൂട്ടൈൻ ആണ്. ഒരു 60 to 70% എന്താണ്, മോർ ദാൻ ½ ഈ പറഞ്ഞ ബ്യൂട്ടൈൻ ആണ് വരുന്നുണ്ടാവുക. ബാക്കി ആരാ ഉണ്ടാവുക? ബാക്കി മെയിൻ കോമ്പണന്റ് ഈ പറഞ്ഞ പ്രൊപ്പൈൻ ആണ്. അറൗണ്ട് ഒരു 30% പ്രൊപ്പൈൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ശരിക്കും ആൻസർ പറയുകയാണെങ്കിൽ എന്താണ്, പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടൈൻ രണ്ടും കൂടെയും ഒരു മിക്സ്ചർ ആണ് ആര്, LPG ഉണ്ടാവുക. ഓക്കെ, പക്ഷെ കൂടുതൽ മേജർ കോമ്പണന്റ് എന്ന് പ്രത്യേകം ചോദിച്ചത് കൊണ്ട് ബ്യൂട്ടൈൻ തന്നെയാണ് ആൻസർ വരിക. വാട്ട് ഈസ് LPG? LPGയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെ. പെട്രോളിയം ഗ്യാസിനെ ഇതെവിടെ നിന്ന് കിട്ടും? ഈ പെട്രോളിയം ഗ്യാസ് നമുക്കറിയാം, പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെട്രോള്, ഡീസല്, നാഫ്ത, കെറോസിൻ, അതിന് കൂടുതൽ ആരുണ്ടാവും, ഫ്യൂവൽ ഗ്യാസസ് ഉണ്ടാകും. അതിന് നമ്മൾ എന്ത് ചെയ്യും, അത് ഗ്യാസ് ആണ്, അതിന് നമ്മൾ ലിക്വിഫൈ ചെയ്യും അല്ലെ. ആ ഗ്യാസിനെ ലിക്വിഡ് ആക്കി മാറ്റും. അപ്പൊ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വീട്ടിലൊക്കെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും. ഐഡന്റിഫൈ ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിലെ ഇൻകറക്റ്റ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. CNG ആൻഡ് LPG ആർ ക്ലീൻ ഫ്യൂവൽസ്. ഓക്കെ, രണ്ടുപേരും ക്ലീൻ ഫ്യൂവൽ എന്നാണ് കൊടുത്തത്. ഓക്കെ, അടക്കട്ടെ, നോക്കാം നമുക്ക്. പെട്രോളിയം ഈസ് റിഫൈനഡ് ഇൻ എ പെട്രോളിയം റിഫൈനറി. പെട്രോളിയം റിഫൈനറിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അത് കറക്റ്റ് അല്ലേ? യെസ്, ഇറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇനി പെട്രോളിയം പ്രോഡക്റ്റ് ആർ കോൾഡ് പെട്രോകെമിക്കൽ. അറിയോ? യെസ്, അത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് പെട്രോകെമിക്കൽ എന്ന് വിളിക്കൽ. ഓക്കെ, യെസ്. കോൾ ഡസൻ കോസ് എനി പൊല്യൂഷൻ വെൻ ബേൺ. കോൾ ബേൺ ചെയ്താൽ ഒരു പൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്. ഓക്കെ, കോൾ ബേൺ ചെയ്താൽ, കോൾ നമുക്കറിയാം ഒരു സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽ ആണ്. അയാൾ ബേൺ ചെയ്താൽ എന്തുണ്ടാകും, ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള സംഗതി ഉണ്ടാകും. ബട്ട് അവിടെ പൊല്യൂഷൻ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം സൾഫർ ഡൈ ഓക്സൈഡ് പോലെ, നൈട്രജൻ ഓക്സൈഡുകളൊക്കെ പോലെയുള്ള പല പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബേൺ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് കമ്പഷൻ അല്ല എവിടെ പലപ്പോഴും ഉണ്ടാവുക. കംപ്ലീറ്റ് കമ്പഷൻ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ്. മിക്കവാറും കോൾ പോലുള്ള സോളിഡൊക്കെ ആകുമ്പോൾ അതിൽ പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ നിങ്ങളായിരിക്കും CNG നമുക്കറിയാം ക്ലീൻ ഫ്യൂൽ ആണ്. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതിൽ മീഥേൻ ആണ് ഉണ്ടാവുക, അത് ക്ലീൻ ഫ്യൂൽ എന്നാണ്. LPG കംപ്ലീറ്റ്ലി ക്ലീൻ ഫ്യൂൽ എന്ന് വിളിക്കാൻ പറ്റൂല. ബട്ട് LPG നമുക്കറിയാം ഒരു കംപ്ലീറ്റ് കമ്പഷൻ ആണ് നടത്തുക. അവിടെ ദർ ഇസ് നോ റെസിഡ്യൂ ആഫ്റ്റർ ദ ബേണിംഗ്. ഓക്കെ, ബേണിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ റെസിഡ്യൂ ഉണ്ടാവുമോ? കംപ്ലീറ്റ് കമ്പഷൻ, എല്ലാവരും കാർബൺ ഡൈ ഓക്സൈഡ് ആകും. അതുകൊണ്ട് തന്നെ അയാളെയും തൽക്കാലം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ വരുത്താൻ പറ്റും. ഓക്കെ, CNG ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. റെഡി?
ഓക്കെ, അപ്പൊ 4 ഓപ്ഷനിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ കൂട്ടത്തിൽ കുറച്ചും കൂടി കൂടുതൽ ഫാൾസ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി മാത്രമാണ്. റെഡി? യെസ്. ദ ഫ്രാക്ഷൻ ഓഫ് പെട്രോളിയം യൂസ്ഡ് ആസ് എ ജെറ്റ് ഫ്യൂവൽ ഈസ്. ഒരു ജെറ്റ് ഫ്യൂവലിൽ പെട്രോളിയത്തിന്റെ ഏത് ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്? ഏത് കോമ്പണന്റ് ആണ് യൂസ് ചെയ്യുന്നത്? പെട്രോൾ, കെറോസിൻ, ഡീസൽ, ആൽക്കഹോൾ. യെസ്, പെട്ടെന്ന് പറയാം ആൻസർ. നമുക്കറിയാം പെട്രോളിയത്തിൽ നിന്ന്, ക്രൂഡ് ഓയിലിൽ നിന്ന് പല പ്രോഡക്റ്റുകളും കിട്ടുന്നുണ്ട്. അതിലെ യെസ് നമ്മളെ കെറോസിൻ ആണ് യൂസ് ചെയ്യുന്നത്. ജെറ്റ് ഫ്യൂവലിൽ കെറോസിൻ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ആരൊക്കെ കിട്ടാറുണ്ട് പെട്രോളിയത്തിൽ നിന്ന് അല്ലെ? ഈ പറഞ്ഞ ഫ്യൂവൽ ഗ്യാസസ് കിട്ടും, നാഫ്ത കിട്ടും, അതേപോലെ പെട്രോൾ കിട്ടും, അതേപോലെ കെറോസിൻ കിട്ടും, ഡീസൽ കിട്ടും, ലുബ്രിക്കേറ്റിംഗ് ഓയിൽ, ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്നത്. ലാസ്റ്റ് കിട്ടുന്ന ആളാണ് ബിറ്റുമിൻ. നമ്മളെ റോഡ് സർഫസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബിറ്റുമിൻ അടക്കം കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം പെട്രോളിയം ഗ്യാസ് അല്ലെങ്കിൽ LPG പൊതുവെ എന്തിനാ ഉപയോഗിക്കുക? വീട്ടിലെ ഹോം ഫ്യൂവൽ ആയിട്ടാണ് ഉപയോഗിക്കുക. പെട്രോൾ നമുക്കറിയാം നമ്മളെ കാറിലും ബൈക്കിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ നല്ലൊരു ആര് കൂടിയാണ്? ഡ്രൈ ക്ലീനിങ്ങിനുള്ള സോൾവെന്റ് കൂടിയാണ്, ഒരു ക്ലീനിങ് ഏജന്റ് കൂടിയാണ് ആര്? പെട്രോൾ. ഓക്കെ, ദെൻ കെറോസിൻ ഫ്യൂവൽ ഫോർ സ്റ്റൗവ് അല്ലെ. പണ്ടത്തെ കാലത്ത് സ്റ്റൗവിൽ ഉപയോഗിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജെറ്റ് എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിക്കും. ഡീസൽ നമുക്കറിയാം വലിയ ലോറികൾ, ഹെവി മോട്ടോർ വെഹിക്കിലൊക്കെയാണ് ഉപയോഗിക്കുക. ജനറേറ്ററിൽ ഉപയോഗിക്കും. ലുബ്രിക്കേറ്റിംഗ് ഓയിൽ നമുക്കറിയാം ലുബ്രിക്കേഷൻ ആണ്. പാരഫിൻ വാക്സ്, ഓയിൻമെന്റ്, കാൻഡിൽസ്, വാസലിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ പറഞ്ഞ പോലെ ബിറ്റുമിന് എന്ത് ഉപയോഗിക്കും? പെയിന്റിനും റോഡ് സർഫസ് ചെയ്യാൻ, റോഡ് ടാർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ബിറ്റുമിൻ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആ പെട്രോളിയത്തിൽ നിന്നും കിട്ടുന്ന ഈ കോമ്പണന്റുകൾ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടി അറിയണം. ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കാണുമ്പോഴും ഇത് എവിടെയാണ് പഠിച്ചത്, ഇത് ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് എന്ത് കാര്യമാണ് എനിക്കറിയാൻ എന്ത് ചെയ്യണം? ബ്രെയിനിൽ അപ്പോൾ കത്തണം. അത് കത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് ചെയ്യണം? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചാനലിന് ഒരുപാട് എല്ലാ സബ്ജക്റ്റിന്റെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം കാണണം കേട്ടോ. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ബേൺ കോൾ ഇൻ എ ക്ലോസ്ഡ് റൂം ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ്. കോള്, കൽക്കരി എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ക്ലോസ്ഡ് റൂമിൽ നമ്മൾ ബേൺ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്ത്? അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ, വാട്ടർ. ഓക്കെ, അപ്പൊ കോള് നമുക്കറിയാം അതിൽ മെയിൻ കോമ്പണന്റ് ആരാണ്? കാർബൺ ആണ്. ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന കോളാണ് ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഉള്ള കോൾ എന്ന് പറയുന്നത്. ഈ കോൾ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർബണിനെ ബേൺ ചെയ്യാന്ന് പറയാ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പൊ കംപ്ലീറ്റ് ബേണിംഗ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ ക്ലോസ്ഡ് റൂം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത്? ക്ലോസ്ഡ് റൂമിന്റെ പ്രത്യേകത ഓക്സിജന്റെ എമൗണ്ട് ലോ ആയിരിക്കും. ഓക്സിജന്റെ എമൗണ്ട് ലോ ആയാൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ഫോം ചെയ്യുക, കാർബൺ മോണോക്സൈഡ് ആണ് ഫോം ചെയ്യുക. ഇറ്റ് ഈസ് എ പോയിസണസ് ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് നമ്മൾ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിനുമായിട്ട് കൂടിച്ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകും. അയാൾ നമ്മളെ ഓക്സിജൻ സപ്ലൈ എന്ത് ചെയ്യും? പിന്നെ അത് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ പിന്നെ ഒഴിവാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഓക്സിജൻ കിട്ടാതെ കഴിഞ്ഞാൽ നമ്മുടെ സെൽ എന്താകും? ഡെഡ് ആകും. ഇറ്റ് മേ ലീഡ്സ് ടു ദ നമ്മളെ ഓവറോൾ ബോഡി എന്താകും? ഡെത്തിലേക്ക് എന്ത് ചെയ്യാം? ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഇസ് എ പോയിസൺ ഗ്യാസ് ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ ഇൻവോൾവിംഗ് ഓയിൽ ആൻഡ് പെട്രോൾ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്താൽ നമുക്ക് ഓയിൽ ആൻഡ് പെട്രോളിൽ നിന്നുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. വാട്ടർ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫയേഴ്സ് ഇൻവോൾവിംഗ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് അവിടെ ബേൺ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ വാട്ടർ എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. വാട്ടർ ഈസ് ദ ബെസ്റ്റ് എക്സ്റ്റിങ്ക്വിഷർ ഫോർ ദ ഫയേഴ്സ് ഇൻവോൾവിംഗ് ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ. ഭയങ്കരമായിട്ട് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയലിനെ നമുക്ക് ആ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വാട്ടർ ആണ് ഏറ്റവും ബെസ്റ്റ്. ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത്ര ട്രൂ അല്ല. കാരണം എന്താ? ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനത്തിന് വാട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ആൾക്കാർ കൂടി വേണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യനിലെ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എയും ബിയും ശരിയായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. എ കോപ്പർ കോയിൻ ഈസ് കെപ്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ഫോർ സം ടൈം. അപ്പൊ ഒരു കോപ്പറിന്റെ ഒരു കോയിന് എന്ത് ചെയ്തു? ഒരു സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കോയിൻ ആൻഡ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? എങ്കിൽ ഈ കോയിനും അതേപോലെ ഈ സൊല്യൂഷനും എന്താണ് സംഭവിക്കുക?
ഓപ്ഷൻ എ സിൽവർ മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റഡ് ഓൺ ദ കോയിൻ ആൻഡ് ദ സൊല്യൂഷൻ വിൽ ടേൺ ബ്ലൂ. ഈ പറഞ്ഞ സിൽവർ എന്തെയും കോപ്പർ മെറ്റലിന് ചുറ്റും എന്തെയും ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ സൊല്യൂഷൻ ബ്ലൂ കളറായിട്ടുണ്ടാവും. സൊല്യൂഷൻ വിൽ റിമെയിൻ കളർലെസ് ആൻഡ് കോയിൽ വിൽ ടേൺ ബ്ലൂ. സൊല്യൂഷൻ ഒന്നും സംഭവിക്കില്ല, കോയിന് ബ്ലൂ ആയിട്ടുണ്ടാവും. ബോത്ത് സൊല്യൂഷൻ ആൻഡ് ദ കോയിൽ വിൽ ടേൺ ബ്ലൂ. രണ്ടും ബ്ലൂ ആകും. ബോത്ത് സൊല്യൂഷൻ ആൻഡ് കോയിൻ വിൽ ബിക്കം കളർലെസ്. രണ്ടും കളർലെസ് ആകും. യെസ്. അപ്പൊ ഇവിടെ എന്ത് അറിയണം? ഒരു കോയിൻ അല്ലെ, കോപ്പർ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. അയാളെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തതാണ്. ഇതാണ് ആ പിക്ചർ. ഓക്കെ. അപ്പൊ ഒരു കോപ്പർ കോയിൻ ഈ സിൽവർ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുക അറിയോ? കോപ്പർ എന്ന് പറയുന്ന ആള്, ഇതാണ് സിൽവർ നൈട്രേറ്റ്, AgNO3 നമ്മളതിന് വിളിക്കുക. ഇതൊക്കെ പേര് പഠിച്ചാൽ മതി. സിൽവർ നൈട്രേറ്റ്, Ag എന്ന് പറഞ്ഞാൽ സിൽവർ, ലാറ്റിൻ നെയിം അല്ല ഉപയോഗിക്കുക. ഓക്കെ. അപ്പൊ ഈ കോപ്പർ Ag എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അഥവാ കോപ്പർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ Agക്ക് പകരം പിന്നെ ആരുണ്ടാവുക? ഈ പറഞ്ഞ കോപ്പർ നൈട്രേറ്റ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുക? അവിടെ ഫോം ചെയ്യുക. കോപ്പർ നൈട്രേറ്റ്. നിങ്ങൾ കെമിക്കൽ ഫോർമുല നോക്കണ്ട കേട്ടോ, ആ പേര് പഠിച്ചാൽ മതി. കോപ്പർ നൈട്രേറ്റ് ആണ്. പ്ലസ് ഇവിടുന്ന് ഇയാൾ പാവം പോവേണ്ടി വരും. കാരണം ഇതിന് ഡിസ്പ്ലേസ്മെന്റ് അവിടെ നടക്കുക. Agക്ക് പകരം കോപ്പർ കയറിയാണ്. അപ്പൊ Ag അവിടെ എന്താകും? അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. ഈ Ag ആണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന അല്ലെ, Ag കോട്ട് ചെയ്തു. എവിടെ? കോപ്പറിന് പുറത്ത് Ag കോട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ കോപ്പർ നൈട്രേറ്റിന് എന്തുണ്ട്? ബ്ലൂ കളർ സൊല്യൂഷൻ ആണ്. കോപ്പർ നൈട്രേറ്റ്, കോപ്പറിന്റെ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ്, കോപ്പർ നൈട്രേറ്റ് ഒക്കെ എന്തായിരിക്കും? ബ്ലൂ കളർ ആയിരിക്കും. അപ്പൊ Agനത്രയ്ക്ക് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. കളർലെസ് സൊല്യൂഷൻ എന്തായി? ബ്ലൂ കളറായി. കണ്ടോ ഇവിടെ ഒരു ബ്ലൂ കളറ് സൊല്യൂഷൻ ആയിട്ടുണ്ടാകും. എന്നാലോ കോപ്പർ കോയിന് പുറത്ത് ഈ പറഞ്ഞ സിൽവർ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതാ മക്കളെ? ഓപ്ഷൻ എ സിൽവർ മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റഡ് ഓൺ ദ കോയിൻ ആൻഡ് ദ സൊല്യൂഷൻ വിൽ ടേൺ ബ്ലൂ. റെഡി? കണ്ടോ, കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ റിയാക്ഷൻ അറിയുന്നവർക്കാണ്. എപ്പോഴും ഹൈലി റിയാക്റ്റീവായ മെറ്റൽ ലോ റിയാക്റ്റീവായ മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റുകൾ ഉണ്ടാകും. റെഡി? യെസ്. എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടെത്തി മനസ്സിലാക്കാം. സിൽക്ക്, നൈലോൺ, അക്രിലിക്, പ്ലാസ്റ്റിക്. അപ്പുറത്തോ റോപ്പ്, സ്വെറ്റർ, ബോട്ടിൽ, സാരി. അപ്പൊ ഇത് ഏതുമായി ബന്ധപ്പെട്ട? പോളിമേഴ്സ് എന്ന് പറയുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ. പല ടൈപ്പ് പോളിമേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ഫൈബേഴ്സ് ആയിട്ടുള്ള പോളിമേഴ്സ് ഉണ്ട്, റബ്ബേഴ്സ് ഉണ്ട്. പ്ലാസ്റ്റിക് ഈസ് ഓൾസോ എ പോളിമർ. ഓക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് ചെയ്യാണ്. സിൽക്ക് നമുക്കറിയാം എപ്പോഴും എന്തുണ്ടാക്കാനാ? സാരി അല്ലെ. നൈലോൺ എന്ന് പറയുന്നത് നമ്മളെ സോക്സ് ഉണ്ടാക്കാന്, പാരച്യൂട്ട് ഉണ്ടാക്കാന്, അതേപോലെ റോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫൈബറാണ് ആര്? ഈ പറഞ്ഞ നൈലോൺ. ഓക്കെ. ദെൻ പ്ലാസ്റ്റിക് നമുക്ക് എല്ലാവർക്കും അറിയാം ബോട്ടിൽ ഉണ്ടാക്കാനാണ്. അക്രിലിക് എന്ന് പറയുന്നത് അനദർ ഫൈബർ ആണ്. അത് നമ്മൾ സ്വെറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ A4 വരുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഡി. കണ്ടോ, എല്ലാതും അറിയണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. A4, B1, B1, C ഏതാ വന്നത്? 2, C2, D3. അപ്പൊ നിങ്ങൾക്ക് അക്രിലിക് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ക്വസ്റ്റ്യനിൽ നിന്നും ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഒരു കോമ്പറ്റീഷൻ എക്സാമിന് ഏറ്റവും ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. കറക്റ്റ് ആൻസർ ആവണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? മൈനസ് മാർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോയി. ഓക്കെ. എല്ലാ എക്സാമിനും മൈനസ് ഉണ്ടായിക്കോളുന്നില്ല. നിങ്ങൾ +1 +2 എത്തിക്കഴിഞ്ഞാലേ അവിടെ നീറ്റ്, JEE പോലുള്ള CUT പോലുള്ള എക്സാംസ് ഒക്കെ ഉണ്ടാവും, മൈനസ് മാർക്ക് ഉണ്ടാവും. അവിടെ വെറുതെ കറക്കി കുത്തിയാൽ ഉള്ള മാർക്ക് എന്ത് ചെയ്യും? പോകും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള കോമ്പറ്റീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാം വൈ ലേണിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? നേരത്തെ തന്നെ ഒരു 6th മുതൽ തന്നെയുള്ള കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ സിമ്പിൾ ആണ്. ഫൗണ്ടേഷൻ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം അവർക്കറിയാം എങ്ങനെയാണ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്തുകയെന്ന്. അവരിത് ഫുള്ള് ചെയ്യാൻ നിൽക്കില്ല, അതിന് മുമ്പ് തന്നെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികൾക്ക് ഈ പറഞ്ഞ MSAT-ഉം STS ഒക്കെ എന്തായിരിക്കും? ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ പോയാൽ തന്നെ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. യെസ്. The plastic is used to make non-stick cookware. ഈ ക്വസ്റ്റ്യൻ കൊടുത്ത കാരണം അറിയോ? ഇത് നമ്മളെ NMMS-ൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് NMMS. അതിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഇംഗ്ലീഷും മലയാളം വരും, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ. അപ്പൊ നോൺ സ്റ്റിക് കുക്ക്വെയർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടെർലീൻ, നൈലോൺ, പോളി അക്രിലേറ്റ്, ടെഫ്ലോൺ ഇങ്ങനെ എന്തിട്ടുണ്ട്? 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക് കുക്ക്വെയർ ആയിട്ടുള്ള അല്ലെ, ഇപ്പൊ നമ്മളെ ഫ്രൈ പാൻ പോലുള്ളതൊക്കെ
ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ കോട്ടിങ്, അതുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ്. ടെഫ്ലോൺ. ഓക്കെ, അയാള് അല്ലേ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഓംലെറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഓംലെറ്റ് ഒക്കെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മീനൊക്കെ പൊരിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എന്ത് ചെയ്യണം? നോൺ സ്റ്റിക്ക് ആയിട്ട് നമുക്ക് തിരിച്ചത് കിട്ടണം അല്ലേ? ആ രൂപത്തിൽ ടെഫ്ലോൺ ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി അല്ലെങ്കിൽ 4 ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവുക. എങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കുക്കിംഗ് യൂട്ടൻസിൽസ്? ഇപ്പൊ നമുക്കറിയാം പ്രഷർ കുക്കറിനൊക്കെ ആ ഒരു കൈ പിടിക്കണ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം തൊട്ടാൽ പൊള്ളുവോ അല്ലെങ്കിൽ നല്ല ചൂടാവോ? ഇല്ല. അതൊരു സ്പെഷ്യൽ ടൈപ്പ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ഈ പറഞ്ഞ ഹാൻഡിൽസ് ഓഫ് കുക്കിംഗ് യൂട്ടൻസിലിന്റെ ഹാൻഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്, നൈലോൺ, PVC, ടെഫ്ലോൺ. ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വിട്ടു തരികയാണ്. നിങ്ങൾ എവിടെ വെച്ചാൽ പോയി കണ്ടുപിടിക്കുക. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടെത്തി എഴുതുമ്പോഴേ അതിൻ്റെ രസം കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നമ്മൾ കണ്ടെത്തി എഴുതുക. ടെക്സ്റ്റ് ബുക്ക് നോക്കാം, നോട്ട് ബുക്ക് നോക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ത് ചെയ്യണം? വീഡിയോക്ക് താഴെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം ആൻസർ ആയിട്ട് കമൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം. നോക്കട്ടെ എത്ര പേരാണ് ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ചെയ്യുന്നുള്ളത്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാംസ് നമ്മളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതിന് ഈ വീഡിയോ എന്ത് ചെയ്യുക? നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ടും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്